നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഗുരുവായൂരപ്പൻ്റെ ഉത്സവമൊക്കെ ആരംഭിക്കാനായിട്ട് പോകുകയാണ്. ഈ ഫെബ്രുവരി 28-ാം തീയതിയാണ് കൊടിയേറ്റമൊക്കെ വരുന്നത്. അപ്പോൾ നിരവധി പേരാണ് ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് വരുന്നത് കേട്ടോ. നല്ല തിരക്കുള്ള ദിവസങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. അപ്പോൾ തൊഴാൻ വരുന്ന പലർക്കും ഇവിടെയുള്ള ഉത്സവ ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ടുള്ള ഒരു ധാരണയൊന്നും ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ തൊഴാനായിട്ട് ക്യൂ നിൽക്കുന്നുണ്ടെങ്കിൽ കൂടെ അകത്ത് എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണമെന്ന് നിരവധി പേർക്കും അറിയില്ല. അപ്പോൾ ആ അറിയാത്തവർക്കായിട്ട് ഉത്സവ ചടങ്ങുകളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നമുക്കൊരു ഏകദേശ ധാരണ ഉണ്ടായിരിക്കും എന്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ തൊഴാനായിട്ട് പോകുമ്പോൾ എന്തായിരിക്കും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുക, അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് അയച്ചു, ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന വീഡിയോ തന്നെയായിരിക്കും. അപ്പം ഞാൻ ഇന്നലെ ആനയോട്ടം വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആനയോട്ടം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കൊടിയേറ്റമാണ്. അപ്പോൾ കൊടിയേറ്റം മുതൽ പള്ളിവേട്ട വരെയുള്ള ഭാഗങ്ങൾ ഒന്ന് പറയാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസങ്ങളിലുള്ള ചടങ്ങുകളെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. ബാക്കിയുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുന്നു. കാരണം ഉത്സവത്തിൻ്റെ വിശേഷങ്ങളെ എത്ര പറഞ്ഞാലും കഴിയില്ല, ധാരാളമായിട്ട് പറയാനായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും, ഇപ്പോൾ വരാൻ സാധിക്കാത്തവരുണ്ടായിരിക്കും. അവർക്കൊക്കെ ഈ വിശേഷങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ തന്നെ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം കൂടിയിട്ടുള്ള ഒരു പ്രതീതിയാണ് ഉണ്ടാകുക. അപ്പോൾ വരുന്നവർക്ക് ഇത് കേട്ടിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അറിവ്, അതിനെക്കുറിച്ചൊരു ധാരണയും കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കൊടിയേറ്റം മുതൽ പള്ളിവേട്ട വരെയുള്ള ഉത്സവ ചടങ്ങുകളെ കുറിച്ചാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സെഷനിലേക്കും കടക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ ഭാഗങ്ങൾ പറയുന്നതിന് മുൻപായിട്ട് നമുക്ക് അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഇന്നലെ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെ ഒരു പൊന്നുണ്ണി കൃഷ്ണൻ തന്നെയായിട്ടാണ് അലങ്കാരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെണ്ണയും ഓടക്കുഴലും പിടിച്ചിട്ടാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. നന്നായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്, നീതിയൊക്കെ കഴിച്ചിട്ട് നല്ല ഉഷാറായിട്ട് നിൽക്കുന്ന പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അദ്ദേഹമൊക്കെ കണ്ടാൽ തന്നെ നല്ല ഒരു, നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ക്ഷീണമൊക്കെ മാറിയിട്ടുള്ള ഒരു ഉത്സാഹമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതേപോലെ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. മനോഹരമായിട്ട് ചാർത്തിയിട്ടുള്ള അലങ്കാരമായിരുന്നു. സർവാഭരണ വിഭൂഷിതനായിട്ട് നല്ല തിളക്കത്തോട് കൂടിയിട്ടാണ് ഭഗവാൻ ശ്രീലകത്ത് നമ്മളേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. 2 തിരുമുടിമാല ഉണ്ടായിരുന്നു. ഒരെണ്ണം താമരയുടെ ഇതളും തുളസിയും കൊണ്ട് കോർത്തിട്ടുള്ളത്, പിന്നെ ഒരെണ്ണം തെച്ചിയും തുളസിയും കൂടിയിട്ടാണ്. 2 ഉണ്ടമാല ഉണ്ടായിരുന്നു. ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിൽ താമരയുടെ ഇതളുണ്ട്, തെച്ചിയുണ്ട്, തുളസിയുണ്ട്. അതിങ്ങനെ മാറി മാറി കോർത്തിട്ടുള്ള ഒരു ഉണ്ടമാല, പിന്നെ ഒരെണ്ണം തെച്ചിയും തുളസിയും കൂടിയിട്ടുള്ള വേറൊരു ഉണ്ടമാല. ഇതിന് നടുക്കാണ് മെടുക്കനായിട്ട് നമ്മുടെ ഉണ്ണിക്കണ്ണൻ നിൽക്കുന്നുണ്ടായിരുന്നത്. പീലി തിരുമുടിയൊക്കെ ഉണ്ട് കേട്ടോ. മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് കുഞ്ഞു 3 പീലികൾ ചാർത്തി കൊടുത്തിട്ടുണ്ട് യശോദാമ്മ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അതാ പറഞ്ഞത്, സർവാഭരണ വിഭൂഷിതനായിട്ട് നന്നായി അലങ്കാരത്തോട് കൂടി നിൽക്കുന്ന നമ്മുടെ ഭഗവാനായിരുന്നു. നെറ്റിയിൽ ഗോപീതിലക ഉണ്ട്. കാതുപൂക്കൾക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാരണം കാതുപൂക്കൾക്ക് 2 ഉണ്ട്. കാതുപൂക്കൾ വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ഗോപീതിലകം ഉണ്ട്. അതിങ്ങനെ തലതിരിച്ചിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല തിളക്കുണ്ടാവുമല്ലോ. അപ്പോൾ അത്രയും ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല സന്തോഷമുണ്ട് മുഖത്ത്. നന്നായി വയറൊക്കെ നിറഞ്ഞിട്ട് എല്ലാവരെയും കാണാനായിട്ട് നിൽക്കുകയാണേ. അത് കയ്യിൽ വെണ്ണപ്രസാദവും പിടിച്ചിട്ടുണ്ട് എല്ലാ ഭക്തർക്കും നൽകാനായിട്ടും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷമാണ് മുഖത്തുണ്ടായിരുന്നത് കേട്ടോ. 3 മാലകളുണ്ട്. ഒരു വളയം പോലത്തെ മാല, പിന്നെ 2 മാലകളുണ്ട്. അതിങ്ങനെ നന്നായി ഇങ്ങനെ വിരിച്ചിട്ട് അണിയിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ തോൾവളകളും കൈവളകളും നല്ല തിളക്കം. ഇടത്തെ കൈയിൽ പൊന്നോടക്കുഴല്, വലത്തെ കൈയിൽ വെണ്ണ ഉരുളയാണ് ഭഗവാൻ പിടിച്ചിരിക്കുന്നത്. പിന്നെ അരയിൽ കിങ്ങിണിയൊക്കെ കെട്ടിയിട്ടുണ്ട്, പട്ടുകോണമൊക്കെ ഉണ്ട്. ആ കിങ്ങിണിയൊക്കെ നല്ല വീതിയുള്ളതായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല തിളക്കുണ്ടായിരുന്നു. കാലുകളിലൊക്കെ നല്ല വീതിയിൽ തന്നെ നല്ല തിളക്കത്തോട് കൂടിയിട്ട് കാൽത്തളകളും ഭഗവാൻ അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നല്ല ചന്തത്തോടു കൂടി ചാർത്തിയിട്ടുള്ള അലങ്കാരം. ഭഗവാനാകട്ടെ നല്ല സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മളെല്ലാവരെയും കാണാനായിട്ട് ആ വെണ്ണയാകുന്ന, ആ ഭക്തിയാകുന്ന ഭഗവാന്റെ പ്രസാദം നൽകി അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ.
അങ്ങനെ നമ്മുടെ പൊന്നുണ്ണീനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ ഗണപതിയുടെ അടുത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഗണപതിക്ക് വളരെ ലളിതമായിട്ടുള്ള അലങ്കാരമാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. ഒരു ലൈറ്റ് പിങ്ക്, ഈ ഉള്ളിയുടെയൊക്കെ ഒണിയൻ അതിൻ്റെയൊക്കെ നിറത്തിലുള്ള ഒരു ഉടയാടയാണ്. നിറയെ പട്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അപൂർവമായിട്ടാണ് ആ ഒരു നിറമൊക്കെ കാണാറുള്ളൂ. അപ്പം അങ്ങനെയാണ് ഉടയാട ഉണ്ടായിരുന്നത്. കഴുത്തിലെ മാലകളൊന്നും അണിഞ്ഞിട്ടില്ല, പക്ഷെ സ്വർണ്ണ പൊട്ടുകൾ, കുഞ്ഞു സ്വർണ്ണ ഗോപികൾ ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു പ്രത്യേക അലങ്കാരമുണ്ട്. നെറ്റിയിൽ ചെറിയൊരു സ്വർണ്ണ ഗോപി ഉണ്ട്. പിന്നെ എല്ലാം കിരീടത്തിൻ്റെ മുകളിലായിട്ടാണ് തട്ടുകളായിട്ട് കിരീടം ചാർത്തിയിട്ട് ഈ വെളുത്ത നൂല് കൊണ്ട് ഓരോ തട്ടുമ്പോൾ ഇങ്ങനെ വരവരകൾ പോലെ വെച്ചിട്ട് ആദ്യത്തെ 2 തട്ടിന് മുകളിലായിട്ട് സ്വർണ്ണമാലകൾ വെച്ചിട്ടുള്ള അലങ്കാരമുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ആ ഉടയാടയാണെങ്കിലും വളരെ ലളിതമായിട്ടുള്ള ഭഗവാന്റെ അലങ്കാരങ്ങളായിരുന്നു. അങ്ങനെ നല്ല സുന്ദരനായിട്ടാണ് ഗണപതി ഇന്നലെ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും ഗണപതിയുടെ ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ ധ്യാനിച്ച് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഗണപതിക്ക് മുന്നിലൊന്ന് ഏത്തമിട്ടോളൂ. ഇനി നമുക്ക് ഭഗവതി അമ്മേനെ തൊഴാനായിട്ട് പോകുക കേട്ടോ. ഭഗവതി അമ്മ ഇന്നലെ അമ്മയായിട്ടല്ല ഇരിക്കുന്നത്, ഒരു കുഞ്ഞുണ്ണിയായിട്ട് ഇരിക്കുന്നത്. ഇതിന് മുന്നത്തെ ദിവസം ഭഗവാൻ ആലയിൽ കിടക്കുന്ന കുഞ്ഞി കൃഷ്ണനായിട്ടായിരുന്നല്ലോ. അതേ പ്രായമാണ് ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. ചെറിയൊരുണ്ണി. എന്ത് സന്തോഷം, എന്തൊരു പുഞ്ചിരിയാണെന്നറിയോ ഭഗവതിയുടെ മുഖത്ത്. കുഞ്ഞു കൈകൾ, കുഞ്ഞു കാലുകൾ, കുഞ്ഞു ദേഹം, ഒരു കുഞ്ഞു മുഖം നല്ല മനോഹരമായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. നിറയെ ആഭരണങ്ങളൊക്കെ. ഈ ആഭരണങ്ങൾ എങ്ങനെയാണ് അണിഞ്ഞിരിക്കുന്നത് അറിയോ? ചുവന്ന പട്ടുകൊണ്ടാണ്. കൈവളകൾ, തോൾവളകൾ, കഴുത്തിലെ, അരയിലെ ഒരു പട്ടുകോണകമൊക്കെ ചുവന്ന നിറത്തിൽ പട്ടുകോണകമൊക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കാൽത്തളകളൊക്കെ ഉണ്ട്. ഒക്കെ ഈ ചുവന്ന പട്ടുകൊണ്ടാണ്. പിന്നെ വെളുത്ത നൂല് കൊണ്ടൊക്കെ ആയിട്ടുള്ള പ്രത്യേക അലങ്കാരങ്ങളൊക്കെ കൂടിയിട്ട് ഈ വലത്തെ കൈ ഇങ്ങനെ ചുണ്ടോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ പുഞ്ചിരിക്കുക. ചെറിയ കുട്ടികൾ ഇങ്ങനെ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യില്ലേ, അപ്പൊ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയോട് കൂടിയിട്ട് അവർ നിൽക്കുക, നന്നായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട്. നല്ല സന്തോഷമുണ്ട് ഭഗവതി അമ്മയുടെ മുഖത്ത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഉണ്ണിക്കണ്ണനല്ലേ കുഞ്ഞുണ്ണിയായത്, അപ്പോൾ ഈ ദിവസം ഞാനൊരു കുഞ്ഞുണ്ണിയാവാം എന്ന് പറഞ്ഞിട്ടാണ് ഭഗവതി ചെറിയൊരുണ്ണി, ഒരു 6 മാസം തന്നെ ഭഗവതിക്ക് പ്രായം ഉണ്ടാവുള്ളൂ കേട്ടോ. അതാണ് ഞാൻ ഭഗവതി അമ്മ എന്ന് പറയാത്തത്, ഭഗവതി എന്ന് തന്നെ പറയുന്നത്. കുഞ്ഞുണ്ണിയായിട്ടാണ്. പിന്നെ നെറ്റിയിൽ സ്വർണ്ണ പൊട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഈ മുഖത്ത് അല്ലെങ്കിൽ ഈ കഴുത്തിന് മേലെ ആയിട്ടാണ് സ്വർണം കൊണ്ടുള്ള, സ്വർണ്ണ നിറത്തിലുള്ള അലങ്കാരങ്ങൾ ഉണ്ടായിരുന്നത്. നെറ്റിത്തടത്തിലൊക്കെ ഈ വെളുത്ത നൂലൊക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊരു കിരീടം പോലെയൊക്കെ ചാർത്തിയിട്ട് സ്വർണ്ണപ്പൊട്ടുകളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷം, നമ്മുടെ മുഖത്തൊക്കെ ഒരു പുഞ്ചിരി വരും. കാരണം ഭഗവതീനെ ഒരു കുഞ്ഞുണ്ണിയായിട്ടൊക്കെ കാണുക, അതൊക്കെ വളരെ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമൊക്കെയാണ് അങ്ങനെയൊക്കെ ചാർത്തി കാണാറുള്ളത്. ഇങ്ങനെ കിടക്കുന്ന ഒരു ഉണ്ണിയായിട്ട് അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാൻ തോന്നും കേട്ടോ. അത്രയും നല്ല ചന്തത്തിൽ ചാർത്തിയിട്ടുള്ള ഒരു കുഞ്ഞു ഭഗവതി കുട്ടി തന്നെയായിട്ടായിരുന്നു ഇന്നലെ നമ്മുടെ ഭഗവതി ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ ഇങ്ങനെ കണ്ടോളൂ. എന്നിട്ട് നന്നായിട്ട് മനസ്സിൽ ഭഗവതിനെ ധ്യാനിച്ചോളൂ. ഭഗവതിക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് അയ്യപ്പനെ കാണാനായിട്ട് പോകാം. അയ്യപ്പനും സർവാഭരണ വിഭൂഷിതനായിട്ടാണ് നന്നായിട്ട് അലങ്കാരത്തോടു കൂടി ഇരിക്കുന്നുണ്ടായിരുന്നത്. കറുപ്പ് നിറത്തിലാണ് ഒരു ഉടയാട ഉണ്ടായിരുന്നത്. നല്ല സ്വർണത്തിൻ്റെ ഡിസൈനുകളോടൊക്കെ കൂടിയിട്ട് 3 മാല കഴുത്തിലണിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം തന്നെ നന്നായി ആ നെഞ്ചൊക്കെ നിറയെ മാലകളായി. ഒരു ചുവന്ന നിറത്തിലുള്ള ഒരു കല്ലിങ്ങനെ കഴുത്തിൻ്റെ ചുവടെയായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കാതുകളിൽ സ്വർണ്ണ പൊട്ടാണ് വെച്ചിരിക്കണേ. കാതുകൾക്ക് മുകളിലായിട്ട് സ്വർണ്ണ പൂക്കൾ വെച്ചിട്ടുണ്ട്. ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ട് നല്ല ഭംഗിയുള്ള മുഖച്ചാർത്തോട് കൂടിയിട്ടാണ് കേട്ടോ. നെറ്റിയിൽ ഒരു ഗോപി തിലകുണ്ട്. കുറച്ചിങ്ങനെ പരന്ന ഒരു ആയിട്ടായിരുന്നു. നീളനെയല്ല, പരന്ന ടൈപ്പുള്ള ഒരു തിലകാണ്. പിന്നെ ചന്ദനം കൊണ്ട് കിരീടം ചാർത്തിയിരിക്കുക. അതൊരു യഥാർത്ഥ കിരീടം ഇങ്ങനെ ശിരസിൽ ചൂടിക്കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും അതേപോലെ തന്നെ ഇങ്ങനെ തട്ടുതട്ടായിട്ട് പിന്നിൽ ഒരു പ്രഭാവലയൊക്കെ ആയിട്ടുള്ള കിരീടമാണ് കേട്ടോ. അത് ചന്ദനത്തിലെ ഈ ചുവന്ന പട്ടും വെളുത്ത നൂലും ഒക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. പ്രഭാവലയും വെളുത്ത നൂല് വെച്ചിട്ട് ഇങ്ങനെ ചാർത്തിയിട്ട് അതിൽ ഇങ്ങനെ ചുവന്ന നിറത്തിലുള്ള ഇങ്ങനെ കുത്തുകളൊക്കെ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുണ്ട് ആ കിരീടം ചാർത്തി കാണാനായിട്ട്. യഥാർത്ഥ ഒരു കിരീടം പോലെ തന്നെയാണ് തോന്നിക്കുക. അത്രയും മനോഹരമായിട്ട് ചാർത്തിയിട്ടുള്ള ഒരു അയ്യപ്പനായിട്ടും ഇന്നലെ. അപ്പം എല്ലാവരും അയ്യപ്പൻ്റെ ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് അയ്യപ്പനെ നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും അയ്യപ്പന് മുന്നിലും ഒന്ന് നമസ്കരിച്ചോളൂ. അപ്പോൾ നമുക്ക് ഉത്സവ വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ. കൊടിയേറ്റാണ് നമ്മൾ ആദ്യം പറയണത്. ഇന്നലെ ആനയോട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 28-ാം തീയതിയാണ് കൊടിയേറ്റം വരുന്നത്. അപ്പം അന്ന് ദീപാരാധനയ്ക്ക് ശേഷം നമ്മൾ കലശത്തിന് മുന്നോടിയായിട്ട് ആചാര്യവരണം ഉണ്ടായിരുന്നല്ലോ, അതേപോലെ തന്നെ 28-ാം തീയതിയും ദീപാരാധനയ്ക്ക് ശേഷം ആചാര്യവരണമുണ്ട്. മല്ലിശ്ശേരി തിരുമേനി തന്ത്രി നമ്പൂതിരിക്ക് കൂറയും പവിത്രവും നൽകിയിട്ടുള്ള ആചാര്യവരണം അതോട് കൂടിയിട്ടാണ് ആരംഭിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് മുളയിടൽ എന്ന് പറഞ്ഞ ചടങ്ങുണ്ട്. പിന്നെ ഉത്സവം തുടങ്ങായി.
അതും കഴിഞ്ഞാൽ പിന്നെ കൊടിയേറ്റമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ കൊടിയേറ്റം രാത്രിയാണ് ഉണ്ടായിരിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുംഭമാസത്തിലെ പൂയം നാൾക്കാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൊടിയേറ്റം വരിക. അപ്പോൾ ഈ പൂയം രാത്രിയിൽ എപ്പോഴാണോ വരിക ആ ദിവസമാണ് കൊടിയേറ്റത്തിനായിട്ട് എടുക്കുക. അതിനെക്കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, പിറന്നാളൊക്കെ ആണെങ്കിൽ രാവിലെയാണ് എടുക്കുക, കൊടിയേറ്റമൊക്കെ വരുമ്പോൾ രാത്രിയാണ് എടുക്കുക എന്നുള്ളത്. അത് ഏകദേശം ഒരു 9 അതിന് മുഹൂർത്തമൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. കൃത്യ സമയമല്ല ഞാൻ പറയണത്, മുഹൂർത്തമൊക്കെ നോക്കിയിട്ടാണ് കൊടിയേറ്റമൊക്കെ നിശ്ചയിക്കുക. അങ്ങനെ ഈ കൊടി കയറുന്നത് കാണാനായിട്ട് നിരവധി ഭക്തരുണ്ട്. അപ്പോൾ ഈ സമയത്തൊന്നും അകത്തേക്ക് ആളെ വിടില്ല. അപ്പോൾ കൊടിമരം കാണുന്നത് എവിടെ നിന്നാണോ, ഏത് ദിശയിൽ നിന്നാണോ നോക്കിയാൽ കാണുക, അവിടെയൊക്കെ നിറയെ ആളുകൾ നിൽക്കുന്നുണ്ടായിരിക്കും. ഉള്ളിലാണെങ്കിൽ ഭഗവതി കെട്ടിൻ്റെ അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ കൊടിമരം ആ അഗ്രം ഉണ്ടല്ലോ, ഏറ്റവും ആ അറ്റം, അതൊക്കെ കാണാൻ പറ്റും. പിന്നെ പുറത്താണ് ഏതെങ്കിലുമൊക്കെ നടയിൽ നിന്ന് കഴിഞ്ഞാൽ ചില ഭാഗങ്ങളിലൂടെ കാണാൻ, ചിലപ്പോൾ റോഡിൽ നിന്നിട്ടൊക്കെയാവും ആളുകൾ കാണുക. അപ്പം എവിടെ നിന്നാണോ കൊടിമരം നോക്കിയാൽ കാണാൻ സാധിക്കണത് അവിടെയൊക്കെ ഭക്തരെ നിറഞ്ഞ് നിൽക്കുന്നുണ്ടായിരിക്കും ഈ കൊടി ഒന്ന് കയറുന്നത് കാണാനായിട്ട് കേട്ടോ. അപ്പം അത്രയും സന്തോഷമാണ് ഗുരുവായൂർ നിവാസികൾക്കൊക്കെ. ഉത്സവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ പറയുന്ന പോലെ ഒരു പ്രത്യേക വൈബാണ്. അതൊന്ന് അത് അനുഭവിച്ചറിയണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ, പല ദിക്കുന്നും വന്നു കഴിഞ്ഞാൽ തന്നെ ആ ഒരു വൈബിലേക്ക് എത്തിപ്പെടും. അത്രയും സന്തോഷമുള്ള ദിവസങ്ങളാണ് ഇനി മുതൽ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ കൊടിയേറ്റം കാണാനായിട്ട് നിരവധി പേരുണ്ടായിരിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ അവിടെ നമസ്കരിക്കുക, തിരിച്ചു പോകുക. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വളരെ സന്തോഷമുള്ള ദിവസങ്ങളാണ്. അപ്പോൾ കൊടി കയറി കഴിഞ്ഞാൽ പിന്നെ കൊടിപ്പുറത്ത് വിളക്ക് എന്നാണ് പറയുക. അന്നത്തെ വിളക്ക് എഴുന്നള്ളിപ്പിനെ കൊടിപ്പുറത്തെ വിളക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. അതൊക്കെ ഗംഭീര വിളക്കാണ്, 3 ആനയൊക്കെ ആയിട്ടുള്ള എഴുന്നള്ളിപ്പ്. ഇതൊക്കെ കഴിയാനായിട്ട് ഏകദേശം ഒരു 1:30-2 മണി, ഇത് ഏകദേശ സമയമാണ് കേട്ടോ, ഇതിൽ കൂടുതലാവാം, ആ നേരമൊക്കെ ആവും. കാരണം ആ സമയമാകുമ്പോഴേക്കും മേൽശാന്തി പറയുന്നുണ്ടാവും ഇനി കുളിച്ചിട്ട് വരാന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോഴേക്കും നിർമ്മാല്യമൊക്കെ ആയി, അപ്പോഴേക്കും ഇനി നട തുറക്കണല്ലോ. അപ്പം അത്രയും നേരം വൈകിട്ടാണ് ഈ വിളക്കെഴുന്നള്ളിപ്പൊക്കെ കഴിയുക. അതാണ് പറഞ്ഞു വരുന്നത്. പിറ്റേ ദിവസം രാവിലെ നേരത്തെ തന്നെ കേമമായിട്ടുള്ള കാഴ്ച ശീവേലിയാണ് കേട്ടോ. അപ്പോൾ ഈ കാഴ്ച ശീവേലിക്ക് മുൻപായിട്ട് ദിക്ക് കൊടികൾ സ്ഥാപിക്കുക എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട്. 4 മൂലയ്ക്കിലും നടുവിലും ആയിട്ടാണ് ദിക്ക് കൊടികളൊക്കെ സ്ഥാപിക്കുക. എന്നിട്ടാണ് കാഴ്ച ശീവേലി. അപ്പോൾ ഈ 10 ദിവസങ്ങളിലും മേളമൊക്കെ ആയിട്ടാണ്, വളരെ വിപുലമായിട്ടാണ് ശീവേലിയൊക്കെ നടത്തുക. അങ്ങനെ ശീവേലി കഴിഞ്ഞിട്ട് എന്താ പറയുക, പന്തീരടിയും പാലഭിഷേകമൊക്കെ കഴിഞ്ഞാൽ ശ്രീഭൂതബലി ഉണ്ട്. ആ സമയത്താണ് ഭഗവാനെ സ്വർണ്ണപ്പഴുക്കാ മണ്ഡപത്തിൽ എഴുന്നള്ളിച്ചിരുത്തുക. അത് നാലമ്പലത്തിനകത്ത് സപ്തമാതൃക്കളുടെ മുന്നിലായിട്ടാണ് കേട്ടോ. എന്നിട്ടാണ് തൂകുക. അപ്പോൾ അതൊക്കെ കണ്ടു തൊഴുന്നത് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട്. കാലത്ത് ഏകദേശ സമയമാണ് 9:45 മുതൽ 10:45 വരെയുള്ള സമയത്താണ് കേട്ടോ ഭഗവാനെ സ്വർണ്ണപ്പഴുക്കാ മണ്ഡപത്തിൽ എഴുന്നള്ളിച്ചിരുത്തുക. അപ്പോൾ ശ്രീഭൂതബലിയെ കുറിച്ചാണ് പറയണത്. ശ്രീഭൂതബലിക്ക് 4 പ്രദക്ഷിണം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അവസാനത്തെ ഓട്ടപ്രദക്ഷിണമാണ്. അപ്പോൾ ഈ ഓട്ടപ്രദക്ഷിണത്തിൽ ആനയും ആളുകളും എല്ലാവരും കൂടിയിട്ട് കൂട്ടയോട്ടം, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അകത്തേക്ക് എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഒരു നവകമുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് ഉച്ചപൂജ വരണത്. ഉച്ചപൂജയ്ക്ക് ശേഷം പിന്നെ സാധാരണ പോലെയാണ്. പിന്നെ നടയടച്ചിട്ട് വൈകിട്ട് നട തുറന്നു കഴിഞ്ഞാൽ സാധാരണ പോലെ ഉച്ചശീവേലി ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ ദീപാരാധന, പിന്നെ അത്താഴപൂജ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ശ്രീഭൂതബലി ഉണ്ട്. ആ സമയത്തും ഇതുപോലെ ഭഗവാനെ ചുറ്റമ്പലത്തിനുള്ളിലാണ് കേട്ടോ, വടക്ക് ഭാഗത്തായിട്ട് സ്വർണ്ണപ്പഴുക്കാ മണ്ഡപത്തിൽ എഴുന്നള്ളിച്ചിരുത്തും. ആലവട്ടവും വെഞ്ചാമരവും നെറ്റിപ്പട്ടവും ഒക്കെ അണിയിച്ചിട്ട്, മാലകളൊക്കെ അണിയിച്ചിട്ട്, വീരാളിപ്പട്ടൊക്കെ വെച്ചിട്ടാണ് ഭഗവാനെ ഇരുത്തുക. പട്ടുടയാടിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കാണാൻ തന്നെ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. അത് കാണാനും നിരവധി ഭക്തജനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ സ്വർണ്ണപ്പഴുക്കാ മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെക്കും. അങ്ങനെ 7 ദിവസങ്ങളിലും അങ്ങനെ തന്നെയാണ്. പിന്നെ 8ാമത്തെ ദിവസമാണ് ഉത്സവ ബലി വരുന്നത്. അത് വളരെ വിശേഷമാണ്. സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ എല്ലാ ദിവസവും ഉത്സവ ബലിയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ 8ാം വിളക്കിൻ്റെ അന്നാണ്, 8ാമത്തെ ദിവസമാണ് ഉത്സവ ബലി ഉണ്ടായിരിക്കുക. അത് രാവിലത്തെ ശീവേലിയൊക്കെ സാധാരണ പോലെ തന്നെ ഉണ്ടായിരിക്കും. പിന്നെ വരുന്ന ശ്രീഭൂതബലി ഉണ്ടല്ലോ, അത് വളരെ കേമായിട്ടാണ്, വളരെ വിസ്തരിച്ചിട്ടാണ് നടത്തുക. അപ്പോൾ ഈ ഉത്സവ ബലി തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം വൈകിട്ട് 4:30 വരെ ഉണ്ടായിരിക്കും കേട്ടോ. 4:30ക്കാണ് പിന്നെ ഉച്ചപൂജ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ സാധാരണ ശ്രീഭൂതബലിക്ക് തൂവുന്നത് ഓദിക്കന്മാരാണ്. പക്ഷെ ഉത്സവ ബലിക്ക് തന്ത്രിയാണ് തൂവുക. അപ്പോൾ കൂടെ, അതായത് വിളക്ക് പിടിക്കാനായിട്ട് കുത്തുവിളക്കുമായിട്ട് പുതിയടം പിഷാരടി ഉണ്ടായിരിക്കും, തിരുവകിടം വാര്യരുണ്ടായിരിക്കും, മരപ്പാണി എടുത്തുകൊണ്ട് മാരാരുണ്ടായിരിക്കും, ഭഗവാന്റെ തിടമ്പേറ്റിയിട്ട് തിടമ്പ് കൈ പിടിച്ചുകൊണ്ട് കീശാന്തി ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഉപവാസമാണ് കേട്ടോ. അവർ ഭക്ഷണമൊന്നും കഴിക്കില്ല ഈ ചടങ്ങുകളൊക്കെ കഴിയുന്നത് വരെ. തന്ത്രിയാണെങ്കിലോ ഉച്ചപൂജ കഴിയുന്നത് വരെയാണ് ഉപവാസം അനുഷ്ഠിക്കുക. അപ്പോൾ തലേ ദിവസത്തെ ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് ഈ ചടങ്ങുകളൊക്കെ കഴിയുന്നത് വരെ ജലപാനം പോലും ഇല്ലാതെ ഭക്തി ആദരപൂർവ്വമാണ് ഇവരൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ 4:30 വരെ ആയിരിക്കും ഏകദേശം ഉണ്ടായിരിക്കുക. 4:30ക്ക് ശേഷമായിരിക്കും ഉച്ചപൂജ ഉണ്ടായിരിക്കുക.
പിന്നെ അന്നത്തെ ഉച്ചശീവേലി അത്ര വലിയ കേമൊന്നും അല്ല കേട്ടോ. പിന്നെ ദീപാരാധന, അത്താഴപൂജയൊക്കെ കഴിച്ചിട്ട് വിളക്കെഴുന്നള്ളി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം നേരമൊക്കെ വൈകിട്ടാണ് ഭഗവാനെ അകത്തേക്ക് എഴുന്നള്ളിക്കുക. പിന്നെ പിറ്റത്തെ ദിവസം അന്ന് രാവിലെയൊക്കെ സാധാരണ പോലെ തന്നെയാണ്, വൈകിട്ടാണ് വിശേഷം. അന്നാണ് ഭഗവാൻ നഗരപ്രദക്ഷിണത്തിനായിട്ട്, ഗ്രാമപ്രദക്ഷിണത്തിനായിട്ട് പുറത്തേക്ക് ഇറങ്ങുക. അപ്പം അന്ന് ഭഗവാന്റെ ദീപാരാധന പുറത്താണ് കേട്ടോ. ഞാൻ പറഞ്ഞ കൊടിമരത്തിൻ്റെ ആ മഞ്ചാടി ചെമ്പിൻ്റെ അവർക്ക് ഭാഗമൊക്കെ ആയിട്ടാണ് ഭഗവാനെ എഴുന്നള്ളിച്ച് വെക്കുക. അപ്പം അന്നത്തെ ദീപാരാധന ചെയ്യുന്നത് കീഴ്ശാന്തിമാരാണ്. വർഷത്തിൽ 2 ദിവസം മാത്രമേ അവർക്ക് അതിനുള്ള അവസരമുള്ളൂ, അത് ഈ ഉത്സവകാലത്താണ്. അങ്ങനെ ദീപാരാധനയൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാനെ ആനപ്പുറത്ത് പുറത്തേക്ക് എഴുന്നള്ളിക്കും. അങ്ങനെ ഒരു പ്രദക്ഷിണമൊക്കെ ആയിട്ട്, കുളപ്രദക്ഷിണമായിട്ട് വന്നിട്ട് അകത്തൂടെ കയറിയിട്ട് അകത്തൊരു പ്രദക്ഷിണം. എന്നിട്ട് പിന്നെ ആനകളൊക്കെ പോയിട്ട് ഭഗവാൻ ഒരു കുട്ടി ആനപ്പുറത്താണ് വരിക. ഒരു തിടമ്പ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, കോലമൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. എന്നിട്ട് പുറത്തേക്ക് ആ മണ്ഡപമൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗത്തേക്കായിട്ട് ഭഗവാൻ ആനപ്പുറത്ത് വരും. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. ചിണ്ടക്കാളി മേളക്കാര് ആളുകളൊക്കെ ഉണ്ടായിരിക്കും. ഭഗവാന്റെ തിടമ്പ് മാത്രമേ ആനപ്പുറത്ത് ഉണ്ടായിരിക്കുള്ളൂ. എന്നിട്ട് മഹിഷങ്ങളെ വിളിക്കും. പള്ളിവേട്ടയ്ക്കാണ് വരണത് ഭഗവാനെ. അപ്പോൾ മഹിഷങ്ങൾക്ക് വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എത്തി. അതായത് പല തരത്തിൽ വേഷം കെട്ടിയവരുണ്ടായിരിക്കും. കാക്ക ഉണ്ടായിരിക്കും, പുലി ഉണ്ടായിരിക്കും, സിംഹം ഉണ്ടായിരിക്കും, ആന ഉണ്ടായിരിക്കും, കടുവ ഉണ്ടായിരിക്കും, എലി ഉണ്ടായിരിക്കും. അങ്ങനെ ഈ കാട്ടിലുള്ള മൃഗങ്ങളെ വേട്ടയാടുക, അതാണല്ലോ പള്ളിവേട്ട എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരുവിധം എല്ലാ മൃഗങ്ങളും പക്ഷികളും ഒക്കെ വേഷം കെട്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചിലരൊക്കെ ഈ പള്ളിവേട്ടയ്ക്ക് വേഷം കെട്ടി, അതൊരു എന്താ പറയുക, ഉത്സവത്തിനൊക്കെ പല ദിക്കുന്നൊക്കെ എഴുന്നള്ളിപ്പൊക്കെ കൊണ്ടുവരുമല്ലോ. അതേപോലെ തന്നെ പലരും അവരുടെ ആഗ്രഹപ്രകാരം അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. ചിലരാവട്ടെ അത് പ്രാർത്ഥനകളാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ പള്ളിവേട്ടയ്ക്ക് വേഷം കെട്ടിക്കോളാം, ഇന്ന വേഷം കെട്ടിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനകൾ ഭക്തർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ചിലർ അങ്ങനെയായിരിക്കും ചെയ്യുക. കുട്ടികളെയൊക്കെ തോളത്ത് വെച്ചിട്ട് വേഷമൊക്കെ കെട്ടിച്ചിട്ട് കൊണ്ടുവരുന്നവരുണ്ട്. ചെറിയ കുട്ടികളും അങ്ങനെയൊക്കെ വേഷം കെട്ടിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ. അങ്ങനെ പള്ളിവേട്ടൊക്കെ കഴിഞ്ഞാൽ തണ്ടിലേറ്റിയിട്ട് ഒരു പന്നീനെ, അതായത് ഭഗവാൻ ആ പന്നീനെ അമ്പ് ചെയ്തിട്ട് കൊന്നു. അതാണ് സങ്കല്പം. അങ്ങനെ സ്ഥിരമായിട്ട് പന്നിയുടെ വേഷം കിട്ടുന്നത്, ദേവസ്വം പന്നി എന്നുള്ള പേരിൽ അവർ ചെയ്യുന്നവരാണത്. സ്ഥിരമായിട്ട് ചെയ്യുന്നവർ പോലും ഉണ്ട്. അപ്പം അങ്ങനെയാണ് പള്ളിവേട്ടയുടെ ചടങ്ങുകളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ പള്ളിവേട്ടയൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാൻ അകത്തേക്ക് പോയിട്ട് പിന്നെ മണ്ഡപത്തിലാണ് ഭഗവാൻ അന്ന് രാത്രി കിടന്ന് ഉറങ്ങുക. അതായത് ശ്രീകോവിലേക്ക് അല്ലാട്ടോ കയറുക, കാട്ടിലാണ്. കാട് സങ്കല്പമാണ് അവിടെ പറയുന്നത്. അപ്പോൾ മണ്ഡപത്തിലാണ് ഉറങ്ങുക. അവിടെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും. ഈ ഒരുക്കങ്ങളെ കുറിച്ച് കേൾക്കാനും നല്ല കൗതുകകരമായിട്ടുള്ള, നല്ല സന്തോഷം തരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കൊടിയേറ്റം മുതലേ പള്ളിവേട്ട വരെയുള്ള വിശേഷങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും അത് നൽകുന്ന അറിവ്, അല്ലെങ്കിൽ അത് ഉപകാരപ്രദമായിട്ടുണ്ടായിരിക്കും. അറിയാനായിട്ട് ആഗ്രഹിക്കുന്നവർ, അറിയാത്തവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ തന്നെയാണ് എന്നാണ് വിശ്വസിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു വാൽക്കഷ്ണം പോലെ പറയാം കേട്ടോ. ഈ 2ാമത്തെ ദിവസം മുതലാണ് കഞ്ഞിയും പുഴുക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഉത്സവം വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ് ഭഗവാന്റെ കഞ്ഞിയും പുഴുക്കും പ്രസാദം. നിരവധി പേരാണ് കഴിക്കാനായിട്ട് വരിക. കഞ്ഞിയും അതുപോലെ മുതിരയും ചക്കയും ഇട്ടിട്ടുള്ള പുഴുക്ക്, പപ്പടം, ശർക്കര ചീവിയത്, അതൊക്കെ കഴിക്കുക എന്നുള്ള ഭാഗ്യം, അത് ശരിക്കും ഉള്ളത് തന്നെയാണ് കേട്ടോ. ആ ഒരു സമയത്ത് നമുക്കത് കഴിക്കാനായിട്ട് തോന്നും. അങ്ങനെ എത്രയോ പേര് നമ്മുടെ വീഡിയോസ് തന്നെ കണ്ടിട്ട് വന്ന് കഴിച്ചു എന്ന് പറയാറുണ്ട് ഉത്സവകാലത്ത്. അപ്പം അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഉത്സവ ചടങ്ങുകളിലല്ല പെടുക, ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള അതൊരു വിശേഷം തന്നെയാണ്. അതേപോലെ തന്നെ ഭഗവാൻ ഈ പ്രദക്ഷിണത്തിന് ഇറങ്ങുമല്ലോ പുറത്തേക്ക്. ആ സമയത്തൊക്കെ പറയൊക്കെ വെച്ചിട്ടാണ് ഭഗവാനെയും സ്വീകരിക്കുക. നമുക്ക് ഇഷ്ടമുള്ള പറകൾ വയ്ക്കാം. പലതരത്തിലുള്ള പറകളൊക്കെ വെച്ചിട്ടാണ് ഭഗവാനെ സ്വീകരിക്കുക. അപ്പോൾ ഇത് രണ്ടും ഇതോട് അനുബന്ധിച്ച് പറയേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ കാണാനായിട്ട് അല്ലെങ്കിൽ ഉത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് വരുന്നവർ തീർച്ചയായിട്ടും കഞ്ഞിയും പുഴുക്കും കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടെ തന്നെയായിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക. നമ്മൾ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനും കഴിക്കാനായിട്ട് പോകാറുണ്ട്. അതിൻ്റെ വിശേഷങ്ങളും എല്ലാവരുടെ അടുത്ത് പങ്കുവെക്കാറുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് പലരും വന്ന് കഴിക്കാറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ, അതായത് കൊടിയേറ്റം മുതൽ പള്ളിവേട്ട വരെയുള്ള കാര്യങ്ങളായിട്ട് പറയാനുള്ളത്, ഉത്സവ ചടങ്ങുകളെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. പിന്നെ നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം 1,42,917 നാമങ്ങളാണ് കേട്ടോ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ നാമം ചൊല്ലിക്കോളൂ. എത്രത്തോളം നാമം ചൊല്ലാനായിട്ട് സാധിക്കണോ അത്രത്തോളം ഭഗവാനിലേക്ക് അടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നാമം ചൊല്ലുക, നാമം എഴുതുക,
അപ്പം ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കില്ല. ഭഗവാനെ കുറിച്ച് കേൾക്കുക. ഇപ്പം നമ്മുടെ ചാനലിൽ കൂടെ തന്നെ അത്യാവശ്യം കാര്യങ്ങൾ, അതേപോലെ ഗുരുവായൂരിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, പൊതുവെ ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള കാര്യങ്ങൾ, കഥകൾ ഒക്കെ പറയാറുണ്ട്. അപ്പം അതൊക്കെ എല്ലാവരും കേൾക്കുക. അങ്ങനെ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കമൻസിലൂടെ എല്ലാവരും അറിയിക്കുക. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും അറിയിക്കുക. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് അങ്ങനെയുള്ള പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നികത്തിയിട്ട് അടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പൊതുവേ പറയാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ നാമം ചൊല്ലിക്കോളൂ. ഉത്സവത്തിന് വരണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് തുടങ്ങിക്കോളൂ. കുട്ടികൾക്ക് പരീക്ഷയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ചിലർക്കൊന്നും ഇപ്പം തന്നെ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പരീക്ഷ ചൂടിലായിരിക്കും മിക്കവരും അമ്മമാരും ഒക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ചിലപ്പോൾ പ്ലാൻ ചെയ്യാനായിട്ടൊന്നും സാധിക്കില്ല. എന്നിരുന്നാലും ഉത്സവത്തിന് ഒരു ദിവസമെങ്കിലും ഭഗവാൻ ഒന്ന് വന്ന് കണ്ട് തൊഴാനായിട്ടൊന്ന് ശ്രമിക്കുക. ഭഗവാന്റെ ആ കഞ്ഞിയും പുഴുക്കൊന്ന് കഴിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. സ്വർണ്ണപ്പഴുക്കാ മണ്ഡപത്തിലെ ഭഗവാനെ ദർശിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയൊക്കെ കാര്യങ്ങളാണ്. ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങൾ, അതുപോലെ അലങ്കാരങ്ങൾ, ഇതേപോലെ ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ, ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.